ഗ്രീൻ സലാഡ് വേണമെന്ന്. ഞാൻ തന്നെ ഇവളെന്തിനാ ഈ ഗ്രീൻ സലാഡ് ഇപ്പൊ ഓർഡർ ചെയ്തത്? എന്തോ വലിയ സാധനം പറഞ്ഞ് ഓർഡർ ചെയ്തതാ. കൊണ്ടുവന്ന് 2 ക്യാരറ്റ്. ചന്ദനക്കാറ്റേ, ചന്ദനക്കാറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് വേറെന്തോ കാര്യം. നിനക്ക് ചന്ദനക്കാറ്റ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലേ? ഹലോ ഗായ്സ്, ഒന്നുകൂടി പറയാം. ഹലോ ചിരി. Ready, 1, 2, 3, start. Hello guys, welcome back to Ayshus. ഇൻട്രോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോ വന്നിരുന്നപ്പോ തന്നെ ഒരുത്തി മുട്ടായി പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുക ഇവിടെ. ഞങ്ങള് 3 ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോ ഇപ്പൊ തന്നെ ഇവിടെ തടിച്ച് ഉരുണ്ട് ബോള് കണക്കിരിക്കുക. ഐശുവിന് പോലും കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഐശു ഇവിടെ നോക്കിയിട്ട് ഉമ്മായ കണ്ണെന്നും പറഞ്ഞോടൊക്കെ കഴിക്കുക. എന്തൊരു സ്നേഹം! സ്വന്തം കൊച്ചിന്റെ അടുത്ത് പോലെ ഇത്ര സ്നേഹമില്ല. സ്വർണ്ണത്തെക്കാട്ടി വിലയുണ്ട് അതിന്. സ്വന്തത്തെക്കാട്ടി വില ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങള് 3 ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇപ്പൊ വീട്ടിലിരുന്ന് സമാധാനത്തോടെ വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ രണ്ടുപേരും ഗുണ്ടക്കയോ? ഞങ്ങൾ രണ്ടുപേരും അല്ല, നീ ഇവിടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, കൈയൊന്നും കേറുന്നില്ല, ഇങ്ങനെ ഇരിക്കുക കുഞ്ഞിക്കുഞ്ഞണക്ക്. ഇവിടെ അത്യാവശ്യം നല്ലോണം തടിച്ചു കേട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ വലിഞ്ഞ് ഇങ്ങനെ ആയി. ഈ ഡ്രസ്സിന്റെ ടിക്കർ എന്തുവാടി ഇവിടെ ബട്ടൺസ് ടൈറ്റ് ആവുന്നു. അതെ ഒന്നും പറയണ്ട, പഠിച്ച്. അപ്പൊ ഞങ്ങള് 3 ട്രിപ്പൊക്കെ കഴിഞ്ഞ് 3 ട്രിപ്പല്ല 3 ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന്. അപ്പൊ ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മാക്സിമം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ റിസോർട്ടിന്റെ വ്യൂസുകളും അവിടെ ചെയ്ത ചലഞ്ചുകളും. ലേസ് ഈറ്റിംഗ് ചലഞ്ച് പറയട്ടെ. അന്ന് ഞങ്ങളൊരു ലേസ് ഈറ്റിംഗ് ചലഞ്ച് നടത്തിയായിരുന്നു ബ്രോഡ് ബീൻ റിസോർട്ടിൽ വെച്ച്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു, എല്ലാവരും കണ്ടു കാണുമല്ലോ. കാണാത്തവർ ഇവിടെ നോക്കിയാൽ മതി. എവിടെ മുകളിലൊരു സാധനം വരത്തില്ലേ, അത് ശരിയാ. അതെ. അപ്പം ലേസ് ഈറ്റിംഗ് ചലഞ്ച് ഒക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. സമാധാനമായിട്ട് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. നോക്കിയപ്പോ കൊച്ചും ഞാനൊക്കെ ഞെട്ടി ഉണന്ന്. ഉള്ള ഉരുളക്കിഴങ്ങ് മൊത്തം കഴിച്ചിട്ടല്ലേ കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ബെഡ്ഷീറ്റ് ഒക്കെ പൊങ്ങി. ഈ മനുഷ്യൻ എന്നെ ട്രോളാൻ വേണ്ടി തന്നെ ഇരിക്കുക. ഞാൻ നോക്കിയപ്പോ അൽഫി പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് അല്ലേ, ബ്ലാങ്കറ്റ് ഒക്കെ ആയിരുന്നല്ലോ കട്ടിയുള്ളൂ, അതൊക്കെ പൊങ്ങിയൊക്കെ മുകളിലൊക്കെ പോയിരിക്കുന്നു. എന്തോ സംഭവം ഞാനൊന്നും പറയുന്നില്ല. എഡിറ്റിങ്ങിന്റെ ഇടയ്ക്ക്, അത് മാത്രമല്ല എഡിറ്റിങ്ങിന്റെ ഇടയ്ക്ക് ഞാൻ എത്ര വട്ടം ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയെന്നറിയാമോ, പകച്ചു പോയി എന്റെ ബാല്യം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ചലഞ്ചുമായിട്ടാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഈറ്റിംഗ് ചലഞ്ച് ചെയ്ത് ഇവളൊക്കെ ഇനിയും തടിച്ച് കൊടുത്ത് ബോള് കണക്കാവും കേട്ടോ. ശരിയാ. അപ്പൊ ലാസ്റ്റ് ഞാൻ നാളെ തൊട്ട് ഡയറ്റില്. ഇവളെന്താ പറയുന്നത് കേട്ടോ. ഒരാഴ്ച കൊണ്ട് അടുത്ത് പറയുന്നത് ഞാൻ ഡയറ്റിലാണ്. ഇന്നലെ ഡയറ്റിലാന്ന് പറഞ്ഞു, രാത്രിയായപ്പോ ഒരു ശവായ അടിച്ചോണ്ട് വന്നു. അത് മൊത്തം ഒരു അടിച്ച്. എവിടെ ഡയറ്റ് കണക്കെ. കുറെ പേരൊന്ന് കമന്റ്സിലൊക്കെ ചോദിക്കുന്നത് അൽഫിയത്തെ പ്രഗ്നന്റ് ആണോ എന്ന് വരെ ചോദിക്കുന്നു. ഗ്യാസ്ട്രിക് പ്രോബ്ലം കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല കൂടുതൽ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അൽഫീത്ത കാത്തിരുന്ന മൊമെന്റ് ആണ് ഡയറി മിൽക്ക് ഈറ്റിംഗ് ചലഞ്ച്. ഇനി ഞാൻ ഈറ്റിംഗ് ചലഞ്ചോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ, പക്ഷേ ഈ സാധനം ഞാൻ മേടിച്ച് വെച്ചതുകൊണ്ട് ഞാനത് ചെയ്യുക. ഇത്തിരി വലുതാട്ടോ. ഞാനത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. കാരണം ഇത്രയും വലുത് ഞാൻ ഇവിടെ ഒക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇത് മേടിച്ചു. ഇതിലും വലുതുണ്ട് കേട്ടോ, പക്ഷേ ആമസോണിൽ പോലും നോക്കിയിട്ട് ഇതേ കിട്ടുന്നുള്ളൂ. 3 എനിക്കും 3 എനിക്കും. അങ്ങനെയാ. 4 അവള് 2 എനിക്കും എടുത്ത് വെച്ചിരിക്കുക. കഴിക്കണ്ടാലും കഴിക്കത്തില്ല, അതെനിക്കിങ്ങ് തന്നൂടെ ഇപ്പഴേ. അപ്പൊ ഇനിയിപ്പോ പറയാനുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ? 3 വെച്ച് ഞങ്ങൾക്ക് 2 കപ്പിൾസിനെ കൂടെ കിട്ടിയായിരുന്നു. കൊല്ലത്തുള്ള അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ജയ്ജീവ്സ്സ്ഫിയർ. അതാണ് ചാനലിന്റെ നെയിം. ഞങ്ങൾ അവിടെ വെച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. അത് പണി കിട്ടി. കാരണം ഈ മൈക്ക് ഉണ്ടല്ലോ, ഇത് പണി തന്നു. വീഡിയോ മാത്രം കിട്ടി, ഓഡിയോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു പണി ഞാൻ കിട്ടി. എന്താ പറ്റിയെന്ന് അറിയത്തില്ല.
നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ടോ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നല്ല വീഡിയോസ് അവർ ചെയ്യുന്നത്. പാവോ, ഭയങ്കര കമ്പനിയാണ്. ചേട്ടനും ചേച്ചി ഒക്കെ ഭയങ്കര കമ്പനിയാണ്. ചേട്ടനും ചേച്ചിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അടുത്ത വിശേഷങ്ങൾ പറയാം. പിന്നെ നമ്മൾ മൂന്നാർ വെച്ചിട്ട് പറയാനുള്ള എന്ത് വരുന്നത്? ഒന്നുമില്ല. ഉറപ്പാണോ? ഇവക്ക് ഇത് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി. അപ്പോൾ ഇത് കഴിക്കുന്നതിനിടയ്ക്ക് ഓരോ പാട്ടും കൂടെ പാടിയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഏത് പാട്ട് പാടണം? ഓക്കെ, നമുക്ക് പറ്റിയ പാട്ടാ. പ്രത്യേകിച്ച് ലൈഫ് ഈറ്റിംഗ് ചലഞ്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഉള്ളത്. ഞാൻ അന്ന് പാടുന്ന പാട്ടായിരുന്നത്. ചന്ദനക്കാറ്റേ. ചന്ദനക്കാറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് വേറെന്തോ കാര്യം. അത് ശരിയാട്ടോ, ഗ്യാസ്ട്രിക് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും അമ്മാതിരി ആഹാര സാധനങ്ങൾ ഏറ്റെടുക്കില്ല. വീഡിയോയിലൊക്കെ പോകാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നമുക്ക് ടൈമറുള്ള സെറ്റ് ചെയ്യണോ? പതുക്കെ ഇവിടെ കഴിക്കാനുള്ള പരിപാടിയാണ്. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് കഴിച്ചോളാം. അങ്ങനൊന്നും പറ്റത്തില്ല. പടപടാന്ന് കഴിച്ച് തീർത്തോണം. ഞാനങ്ങ് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടെ എന്നെ പിടിച്ചു വെച്ച് കഴിക്കും. ഓക്കെ, കവർ തിന്നാൻ പോകുന്നത്. അപ്പൊ ഡയറി മിൽക്ക് ഈറ്റിംഗ് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്റെ അടുത്തും കൊച്ചിന്റെ അടുത്തും പോലും ഇല്ലാത്ത സ്നേഹം ഡയറി മിൽക്കിനോട് അതിന്റെ കവറിനോട് കൊടുത്തു. ഇവനെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഇവളിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും തൊണ്ടയിൽ കയറി വിലങ്ങണമെന്ന്. വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ. സിൽക്ക് എല്ലാം ഫുള്ള് സിൽക്ക് സ്മിതയുടെ പേരാന്നല്ലോടി. പൊട്ടിച്ചാ ഒന്ന് കാണിക്കാതെ വിചാരിച്ചതാ. അതിപ്പോ ഡയറി മിൽക്ക് തന്നെ വേണമെന്നല്ലേ? ഏതായാലും നിനക്ക് വായിക്കൂടെ വെള്ളം. ടൈമർ ഒരു സെറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. പാട്ട് പാടണം. പാട്ട് മനസ്സിൽ പാടാനല്ലോ പറഞ്ഞത്, പുറത്തോട്ട് വരണം. ഡയറി മിൽക്ക് ഫാസ്റ്റ് ആയിട്ട് ചവച്ചരച്ച് കഴിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ എനിക്ക്. ഒട്ടിപ്പിടിക്കുന്നത് ഇങ്ങനെ വേണം കഴിക്കാനത്. മറ്റേതാകുമ്പോഴേ ടക്കെന്ന് ഒടിച്ചൊടിച്ച് എളുപ്പമാണ്. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസാ. അടിപൊളി. ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ കാണിച്ചേ. പശു ചാണകം ഇടുന്ന എക്സ്പ്രഷൻ. ഞാൻ മിക്കവാറും ഉടനെ തന്നെ തോക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ തീറ്റ മത്സരത്തിന് ഇവിടെ തന്നെ ജയിക്കുന്നത് എപ്പോഴും. എന്തുവാടി? വാഴപ്പഴം. ഇത് കഴിച്ചോണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഇവളങ്ങനെ പാട്ട് പാട്. പല്ലൊക്കെ നല്ല മഞ്ഞ കളറായി. കയ്യാതെ ഞങ്ങൾക്ക് കാണണം നീ എന്തൊക്കെയാ അവിടെ കാണിക്കുന്നതെന്ന്. ആംബുലൻസ് ഡയറി മിൽക്ക് തൊണ്ടേ കുരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ആശുപത്രി കൊണ്ടുപോകോളെ. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തുവാണോ ഇത്? ജർദ്ദന പകുതിയായപ്പോ തന്നെ എനിക്ക് ഏകദേശം പാട്ട് പാടറി. നിനക്ക് ചന്ദനക്കാറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? ഒരു രാജമല്ലി വിടരുന്ന പോലെ. ഞാൻ മിക്കവാറും ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത്ര അങ്ങോട്ട് മധുരം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതങ്ങനെ അമ്മാതിരി തീറ്റയായിരുന്നു അവിടെ പോയിട്ട്. നല്ല ഹെവി റിസോർട്ടുകളായിരുന്നു നമ്മൾ പോയത്, അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഹെവിയാണ് അവിടുത്തെ. എലിക്സർ ഹിൽസ് ആയാലും ബ്രോഡ്ബീൻ ആയാലും ഡീപ് വുഡ്സ് ആയാലും കറക്റ്റ് സമയത്ത് ഇപ്പോൾ എന്നെക്കാട്ടും മുമ്പ് ചാടി കഴിഞ്ഞിട്ട് താഴെ പോയി. ബൊഫേ അല്ലേ. ഇപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക.
അപ്പം ഇവിടെ ചോദിച്ച് ഞങ്ങൾ ഫ്രൈഡ് റൈസ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ചോദിച്ച് നിനക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. നന്നായിട്ട് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞതാ, ഒരു ചിക്കൻ പീസ് തെറച്ചു വന്ന് എൻ്റെ വായിക്കകത്ത്. അമ്മാതിരി അടിയാ അടിച്ചത്. ഇവിടെ എത്തിയോ വയറൊക്കെതാ ഈ ടേബിളിൽ തട്ടിയിരിക്കുക, ഒതുക്കി വെച്ചേക്കും. ഈ ടേബിളിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, ബാക്കിലോട്ടപ്പോൾ നീക്കി ഇരുത്തേക്കുക. വയറൊക്കെ താന്ന് ഇട്ടിരിക്കുക. അവൾക്ക് നടക്കുമ്പോൾ കാല് കാണാൻ വയ്യുന്നു, വയറ് മാത്രമേ കാണുന്നുള്ളെന്നാണ് പറയുന്നത്. എന്തോ പൊട്ടിപ്പിടിച്ചോ അങ്ങോട്ട്? ശരിയുള്ള വല്ലതും ഉണ്ടോ തൊട്ട് നോക്കാൻ? എന്താ പറ്റി? ആദ്യത്തെ ഒരു പുള്ളിങ് ആണെന്നല്ലോ ഇപ്പം. പോട്ട് പോട്ട്. ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ് ബഹളം. ഇന്നത്തോടെ ഞാനിവിടെ ഡയറി മിൽക്ക് വെറുപ്പിക്കും. എന്ത് പറഞ്ഞേ? കൈ മാറ്റടി. ഏ എന്തോ പറഞ്ഞേ? വാടകയ്ക്കാൻ പറ്റുന്നില്ലേ? ഞാൻ സത്യം പറഞ്ഞ ചെടുത്ത് എനിക്ക് ഒരെണ്ണം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഡയറി മിൽക്ക് സിൽക്കാ. ഇതുണ്ടോ പേപ്പറിൽ മൊത്തം സിൽക്ക് സ്മെൽ എഴുതി വെച്ചേക്കുക. വാ അടയ്ക്കാനോ? എന്ത് പറ്റി? വായ മൊത്തം ഇരുന്ന് കൊതയ്ക്കുന്നോ? ഡയറി മിൽക്ക് അവളെ തൊണ്ടയ്ക്ക് പിടിച്ചെന്ന്. ഇത് ചവച്ചരച്ച് ഇന്നപ്പോഴത്തേക്ക് നമ്മൾ വെറുത്തു പോകും. കാട്ടൊക്കെ ഉണ്ടോ? ഇനി ഞാൻ കഴിച്ചാലേ ചിലപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പോൾ അതിവാശിയേറിയ തീറ്റ മത്സരത്തിൽ വീണ്ടും അൽഫി ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഡയറി മിൽക്കിനകത്ത് ആരാണ്ട് വെടിവെച്ച്. അപ്പോൾ ആസ് യൂഷ്വൽ തീറ്റ മത്സരത്തിൽ ഞാൻ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല. ഡയറി മിൽക്ക് കവർ എടുത്തപ്പോൾ അയ്യോ കവർ കീറല്ലേ, അതിനെ നോവിക്കല്ലേ. ഐഷിൻ്റെ അടുത്ത് പോലും ഇത്ര സ്നേഹമില്ല. പിന്നെ ഡയറി മിൽക്ക് ഒക്കെ എടുത്തിട്ട് പറയാ നമ്മൾ ബന്ധുക്കളാക്കായതെന്ന്. അവളോട്ടും തിന്നിട്ട് ഞാൻ 3-6 വിശേഷങ്ങളൊക്കെ പറയട്ടെ. എടി ഇത് വീഡിയോ എടുക്കുക അന്ന് ആന്നോന്ന്. പുള്ളി ലോകത്തൊന്നും അല്ല. ഇനി നീ എൻ്റെ അടുത്ത് ഈ കൊല്ലം ഡയറി മിൽക്ക് വേണമെന്ന് പറയരുത്. എന്നെ നിൽക്കാൻ സമ്മതിക്കാതെ അടുത്ത വീഡിയോ ഞാൻ വേറെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് സമ്മതിച്ചില്ല. ഡയറി മിൽക്ക് ഈറ്റിംഗ് ചലഞ്ച് മതി എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ഇത് എടുപ്പിച്ചിട്ടതാ ഒരെണ്ണം പോലും ഫുള്ള് കഴിച്ചില്ല. ഷവായ ഈറ്റിംഗ് ചലഞ്ച് എന്തായാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് എരിയും പുളിയും മസാലയൊക്കെ ഉള്ള സാധനങ്ങളാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഈ മധുരമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇവളങ്ങനല്ല. ഇവള് പിന്നെ എരിയായാലും പുളി ആണെങ്കിലും കയ്പാണെങ്കിലും തിന്നുന്ന സാധനമാണോ ഇരുന്ന് കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ ക്വിറ്റ് ചെയ്തു. കണ്ടോ ഈ ഹാർട്ടിനകത്ത് ഇരിക്കട്ടെ, ഐശ്വര്യം കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞോണ്ടല്ലേ, ഇവളുടെ കൂട്ടിരുന്ന് എന്ത് ഫുഡ് കഴിച്ചാലും അത് ചലഞ്ച് തന്നെയാണ്. കാരണം അത് വീഡിയോ ഇപ്പോൾ ഓണാക്കി വെച്ചില്ലെങ്കിൽ പോലും ഇവളുടെ തീറ്റ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതെന്താ ഈറ്റിംഗ് ചലഞ്ചാണോ. ചുമ്മാ തല്ലുന്നയാ സത്യം. അവിടെ ഫുഡ് കഴിക്കാൻ നേരത്ത് മുമ്പായിട്ട് സ്റ്റാർട്ടർ ഓർഡർ ചെയ്യും കേട്ടോ. സ്റ്റാർട്ടർ അറിയാം, അതുപോലെ അറിയത്തില്ല, ഞാൻ പറയാം എന്ത് വന്ന്. സ്റ്റാർട്ടർ ഓർഡർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചാൽ എന്ത് വേണം, മെനു ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം സൂപ്പ് ഓർഡർ ചെയ്ത്, ചിക്കൻ സൂപ്പ്. ഒരാൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ 3 പേരും എനിക്ക് നോക്കിയപ്പോൾ ചിക്കൻ സൂപ്പ്, ഇവക്കും ചിക്കൻ സൂപ്പ്. ഞങ്ങൾ വേറെ 3 പേർക്ക്, എനിക്ക് ഫിർദൗസ്ക്ക് അഖില് മറ്റേ ഗിത്താറിസ്റ്റ്, ഞങ്ങൾ 3 പേർക്കും ഞങ്ങൾ ചിക്കൻ സൂപ്പ് മതി എന്ന് പറഞ്ഞു. ഒരാൾ ഇവിടെ ചോദിച്ചു നിനക്കെന്താ പറയടി, ഗ്രീൻ സലാഡ്. ഗ്രീൻ സലാഡ് വേണമെന്ന്. ഞാൻ തന്നെ ഇവിടെ എന്തിനാ ഈ ഗ്രീൻ സലാഡ് ഇപ്പോൾ ഓർഡർ ചെയ്തത്, എന്തോ വലിയ സാധനം പറഞ്ഞ് ഓർഡർ ചെയ്തതാ. കൊണ്ടുവന്ന് 2 ക്യാരറ്റ്, 4 ഉള്ളി, 2 പച്ചമുളക്, ഇതും വെച്ചിട്ട് പാത്രത്തിൽ ഒരു നാരങ്ങ, ഇതും കൊണ്ടുവച്ചിട്ട് അവൾ മുമ്പിൽ കൊണ്ടുവച്ച്. ഇത് വെച്ചിട്ട് ഇവള് ഗ്രീൻ സലാഡ് വെയിറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾ സൂപ്പ് കുടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇക്ക എൻ്റെ ഗ്രീൻ സലാഡ് വന്നില്ലല്ലേ. ഞാൻ പറഞ്ഞത് ഇരിക്കുന്ന മുമ്പിൽ, അയ്യേ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ഓർഡർ ചെയ്താലും
അത് തന്നെയായി ഓർഡറിങ്. കാരണം ഇവള് ഓർഡർ ചെയ്ത എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. ഇവള് മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. എന്നിട്ട് കഴിച്ചില്ലല്ലോ? അടുത്ത ദിവസം ഞാൻ അടുത്ത് കഴിക്കുകയും ചെയ്തു. അടുത്ത ദിവസം വീണ്ടും എടുത്ത് കഴിച്ചോ? തലേന്ന് രാത്രി ഓർഡർ ചെയ്ത് റൂമിൽ കൊണ്ട് വെച്ചു. ഞാൻ കഴിച്ചില്ല. പിറ്റേന്ന് രാവിലെ എടുത്ത് അടിച്ചെന്ന് പറയുന്നു. അവിടെ രാവിലെ വേറെ ഫുഡ് ഉണ്ട്. അവിടെ ബൊഫേ ആണ്. നമുക്ക് താഴെ ഇഷ്ടമുള്ളത് പോയി എടുത്ത് കഴിക്കാം. ഭയങ്കര കോമഡി ആയിരുന്നു അവിടെ കേട്ടോ. പക്ഷെ പോയ റിസോർട്ടുകളും ലൊക്കേഷനൊക്കെ പൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. തണുപ്പ് ഇവിടെ വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂട്. അവിടെ ഭയങ്കര തണുപ്പ്. അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നമ്മള് ബോഡി അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. അവിടുത്തെ തണുപ്പോട്ട് ബോഡി അഡ്ജസ്റ്റ് ആയി ഇവിടെ വന്നപ്പോൾ മുളകൂട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ AC 25 ഇട്ടാൽ പോലും ഇവള് പറയും ഇക്ക തണുക്കുന്നു ഓഫ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് 16 ഇട്ടോ AC എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തണുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സർവീസ് മാനെയൊക്കെ വിളിച്ചേക്കും. ഇപ്പൊ എന്തൊക്കെ കാണണം. എന്തോ 2 ദിവസം ഇവളെ കൊണ്ട് മൂന്നാർ പോയപ്പോ ഇങ്ങനെ വല്ല കുളു മണാലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവള് ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങത്തില്ല വീട്ടിൽ വന്ന്. അപ്പൊ എന്തായാലും ഈ ഡയറി മിൽക്ക് ഈറ്റിംഗ് ചലഞ്ചില് ഈ തീറ്റ മത്സരത്തിൽ ഞാൻ തോറ്റു. ഇവള് ജയിച്ചിട്ടുണ്ട്. ജയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കഴിച്ചത്ര അവള് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ ക്വിറ്റ് ചെയ്തത് കൊണ്ട് തള്ളതൊന്നും അല്ലായിരുന്നു. ഇക്ക എടുക്ക വലിയ തീർക്ക പൊട്ടിയെടുക്ക ഇപ്പൊ തീർത്ത് തരാക്ക എന്റെതും കൂടെ കൊടുക്കണേ ഒരെണ്ണ കഴിക്കാവുള്ളൂ അടുത്തില്ലേ. ഞാനെനിക്ക് ഇങ്ങനെ ഡയറി മിൽക്ക് അടിച്ചു മുറിച്ച് തന്നാൻ പറ്റില്ല. തിന്നും ഫ്രീസ് ചെയ്ത് തന്നാ ഞാൻ എത്ര വേണം. അത് ചലഞ്ചിൽ വരത്തില്ല. അതാകുമ്പോ എളുപ്പം കടിച്ചു പൊട്ടിച്ച് കഴിക്കും. കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു. വിക്ക തൊട്ടിട്ടില്ല. ഒരു ബോക്സ് 2-3 ബോക്സ് ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇറങ്ങും, ഒന്നെടുക്കും, വീണ്ടും ഒന്നുകൂടെ കഴിക്കാൻ തോന്നും, വീണ്ടും ഇറങ്ങും, വീണ്ടും എടുക്കും, വീണ്ടും. അത് ശരി. അപ്പൊ നീ അത് തീർത്തയില്ലേ? ഞാൻ ചെന്ന് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പാട്ട മാത്രം തണുപ്പിക്കാൻ വെച്ചേക്കുന്നു അവിടെ ഫ്രിഡ്ജിൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നീ എന്താ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്നെ കുറിച്ച് അല്ലടി, പേടിക്കണ്ട. പറയട്ടെ. അപ്പൊ എന്തായാലും 2 ഡയറി മിൽക്ക് നീ ഒരെണ്ണം പോലും ഇതിൽ കഴിച്ചിട്ടില്ല. പോ. അപ്പൊ എന്തായാലും ഈ ഡയറി മിൽക്ക് ഈറ്റിംഗ് ചലഞ്ച് നമുക്ക് ഇവിടെ നിർത്താം. ഒരുപാട് പ്രമുഖരായ യൂട്യൂബേഴ്സും പിന്നെ കയറി വരുന്ന പുതിയ യൂട്യൂബേഴ്സും എല്ലാം നമ്മുടെ വീഡിയോസിന്റെ ആ ഒരു പാറ്റേൺ അതുപോലെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ സൗണ്ട് എഫക്റ്റുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും ഒക്കെ അതുപോലെ കൊണ്ടുവരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സന്തോഷമുണ്ട് അതിനകത്ത്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ വരട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൽ ഞാൻ തോറ്റതായി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡയറി മിൽക്ക് വേണം. നീ ഡയറി മിൽക്ക് കഴിച്ചോണ്ട് പാട്ട് പാടേ. You the light, you the night, you the color of my blood, you the cure, you the pain, you the only thing I wanna. ചവച്ചോണ്ട് ഇനി പാട്. ഇനിയാണ് പാടേണ്ടത്. ഇനി ഇംഗ്ലീഷ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. മീൻ്റെ കണക്കൊക്കെ ഇരിക്കുന്നു മുഖം. ഇപ്പൊ ഗോൾഡ് ഫിഷിൻ്റെ കണക്ക് ഇരിക്കുന്നു. മതിയാ? പിന്നെ പാട്ട് ഞാൻ വരച്ചിട്ട് മതി എന്ന് പറയുമ്പോൾ ഡയറി മിൽക്ക് മതി എന്ന് പറയുന്നത് പാട്ട് മതിയെന്ന്. അപ്പൊ എന്തായാലും ഈ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കൺ അമർത്താൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കൺ മറന്നയാന്ന്. ആരും അതെ സോറി കേട്ടോ. ഡയറി മിൽക്ക് തൊണ്ടയിൽ അതുകൊണ്ടാ ഡയറി മിൽക്ക് തൊണ്ടയിൽ പിടിച്ചവളുടെ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് കള്ളന്മാരും കള്ളികളും ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേരെ. അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. ഓപ്പൺ ആകട്ടെ. I can reach it. ഞാൻ ഇന്ന് കൂട്ടാൻ കിട്ടുന്നല്ലേ. ഞാനും പൊളിക്കും. ഞാൻ പിന്നെ എങ്ങനെ തടിക്കാതിരിക്കും? ഫുള്ള് ഈറ്റിംഗ് ചലഞ്ച് അല്ലേ. ഡയറി മിൽക്ക് തോക്കണേ. ഇതും കൂടെ എനിക്ക് തിന്നാലോ.
കേട്ടോ ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പോഴേ കൊതി വരുന്നു. റെഡി ഇൻട്രോ ഒന്നും വേണ്ട. ഡയറി മിൽക്ക് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ എന്നെ പോലും വേണ്ടെന്ന് പറയും. മതി കൊറേ നേരമായി. എന്തുവാ ഫോട്ടോ എടുക്കട്ടേ, അടിപ്പിടിക്കടി. കഷ്ടമുണ്ടോ? ഇൻട്രോ പോലും വേണ്ട, അങ്ങ് തുടങ്ങിയാൽ മതി എന്നാ പറയുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുക. 3 എണ്ണ എണ്ണുക. ഞാൻ തിന്നും കേട്ടോ, ഫുള്ള് ഞാൻ തിന്നു. ഓക്കെ ഹലോ ഗൈസ്, ഞാൻ കഴിഞ്ഞിട്ട് വായിക്കുള്ള വെള്ളമൊക്കെ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രോ പറയാം. പറഞ്ഞോ. സത്യമായിട്ട് എന്റെ വായിക്കൂടി ഇങ്ങനെ വെള്ളം വരുന്നു. പറ ഇൻട്രോ പറയടി. എന്നാ ഇതും കൂടെ കേറ്റിക്കും. ഇതാരെങ്കിലും കൊടുക്കാം, പാവം. ആർക്കെങ്കിലും കൊടുക്കും. ഇരിക്കുന്നേ ഭീമാ കൊടു. 5 രൂപ കൊടുക്കാം.